ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ഊണിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് നടത്തിയാലോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കിട്ടിയ മീനാണിത് കേട്ടോ. ചെങ്കലവ പോലത്തെ ഒരു സൈസ് കോരയാണ്, പരന്ന നല്ല മീനാണ്, നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് അയിലക്കൊഴിയാള ഉണ്ടായിരുന്നു, അപ്പോൾ അതും കറി വയ്ക്കാം. ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മിക്സഡ് വാഴയ്ക്കായും ക്യാരറ്റും വെണ്ടയ്ക്കായും സവാളയും പച്ചമുളകും എല്ലാം ഇട്ടൊരു മിക്സഡ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്ത് വെക്കുന്നുണ്ട്. ഇവിടെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് വരട്ടിയാണിത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ട് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചു. ഇനി നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് കൊഴിചാള മീനാണ്, അതൊന്ന് വരഞ്ഞ് അരപ്പൊക്കെ പുരട്ടി വയ്ക്കാം. പിന്നെ മീനെല്ലാം ഒന്നും കറി വെക്കുന്നില്ല, 2 മീനേ കറി വെക്കുന്നുള്ളൂ. അധികം ആരും കഴിക്കാനില്ല ഉച്ചയ്ക്ക്, അതുകൊണ്ട് വൈകിട്ടേ ഉള്ളൂ എല്ലാവരും കഴിക്കാൻ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുകയും മീൻ കറി വെക്കുകയും ചെയ്യാം. അപ്പോൾ കറി വെക്കാനായിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം കടുകും ഉലുവയും ഒക്കെ ഇടാം. എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് അതെല്ലാം ഒന്ന് വാടി വരട്ടെ. അത് വാടുമ്പോഴത്തേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് മീൻ പൊരിക്കാനായിട്ടെല്ലാം റെഡിയാക്കാം. അപ്പോൾ ഉള്ളി വാടട്ടെ അവിടെ കിടന്ന്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരല്പം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ അങ്ങനെ മീൻ പൊരിയൊക്കെ കുറവാണ്, കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയാണല്ലോ. 450 കഴിഞ്ഞെന്ന് പറയുന്നു വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ. പിന്നെ ആട്ടി കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുകൊണ്ട് അറിഞ്ഞില്ല. ഇനിയെല്ലാം വെളിച്ചെണ്ണയുടെ ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കുവാണ്. അപ്പം നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വാടി പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കതിലേക്ക് പുളിയും വെള്ളമൊക്കെ ചേർക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാ ദിവസവും ഒരു മീനെങ്കിലും പൊരിക്കാതെ ഇവിടെ പറ്റത്തില്ല. അപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. ഇനി അതിലേക്ക് ഞാനൊരല്പം കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ ചെറിയ തീയിൽ കിടന്ന് മൂക്കട്ടെ. ഇനി അതിലേക്ക് നമ്മൾ കുടംപുളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിടുവാണ്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇനി വെള്ളത്തിൽ കിടന്നങ്ങ് വെന്തോളും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് അരപ്പ് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം. നമ്മുടെ പൊരിച്ച മീൻ്റെ ഒരു സൈഡൊക്കെ മൂത്തിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കറിയുടെ അരപ്പ് തിളച്ച് ഇനി നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി ഇതിനെ ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പോഴത്തെ നമ്മുടെ പൊരിച്ച മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മുളപ്പിച്ച പയറാണ്, അതെല്ലാം കഴുകി നമ്മളൊരു ഇഡ്ഡലിത്തട്ടിലോട്ട് വാഴയില വെച്ച് അതിലേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടിയാണ്, കപ്പലണ്ടിയും ഒന്ന് കഴുകി നമ്മളൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും. അപ്പോൾ അത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പം കറി നമ്മൾ തിളച്ച് ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി അതൊരല്പസമയം കൂടെ ചെറിയ തീയിലൊന്ന് ഇരുന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പാകമായിട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ കറിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാലഡിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും ഒരു സവാളയും ഒരു പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി നമ്മുടെ ആവി കയറ്റിയ ചെറുപയറും കപ്പലണ്ടിയും ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. ഇനി അതിലേക്ക് നമ്മൾ അല്പം ഉപ്പും ഒരു അല്പം ചാട്ട് മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചാട്ട് മസാല ഈ സാലഡിനകത്ത് ചേർത്താൽ. ഇനി ഞാൻ സാധാരണ നാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. ഇപ്പം നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഒരല്പം വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സാലഡ്.
വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഉണ്ടാക്കിയത്. നല്ലൊരു വെജിറ്റബിൾ സാലഡും നമ്മുടെ കോര മീൻ കറിയും മീൻ ഫ്രൈ പിന്നെ നമ്മുടെ മിക്സഡ് മെഴുക്ക് വരട്ടി. അപ്പോൾ ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കൊക്കെ